സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ഗുരുവായൂർ, നാട്ടിക. നമുക്ക് ആദ്യമായി ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഗുരുവായൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CH റഷീദ്, NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ NK അക്ബർ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. അന്ന് അദ്ദേഹം ഇവിടെ 53% വോട്ട് വിഹിതമാണ് നേടിയത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ ഗുരുവായൂരിലെ സമ്മതിദായകർ ഓരോ പാർട്ടിയെയും എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് ഗുരുവായൂരിലെ സമ്മതിദായകർ LDFിനാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്, UDFന് 2ാം സ്ഥാനവും. യുവജന പിന്തുണയിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. വോട്ടർമാരുടെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും LDF വീണ്ടും 1ാം സ്ഥാനത്താണ്, UDF 2ാം സ്ഥാനത്തും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്തും. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക അപഗ്രഥിക്കുകയാണ്. സെമിയോട്ടിക്ക നിലവിലത്തെ സാഹചര്യത്തിൽ ഗുരുവായൂർ മണ്ഡലം ആര് ജയിക്കും എന്ന് പ്രവചിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 41.64% വോട്ട് വിഹിതം കിട്ടും എന്നാണ് സെമിയോട്ടിക്ക പറയുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 41.15% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 17% വോട്ട് വിഹിതവും ലഭിക്കുമെന്നും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. ഇനി നമുക്ക് നാട്ടിക മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ഗീത ഗോപി, UDF സ്ഥാനാർത്ഥി സുനിൽ ലലൂർ, NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CC മുകുന്ദൻ LDF സ്ഥാനാർത്ഥിയായിരിക്കെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് നാട്ടിക. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥിയെയും നാട്ടികയിലെ വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിനും യുവജന പിന്തുണയിലും LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്തും. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്ത്. നേതൃപാടവത്തിൽ LDF 1ാം സ്ഥാനത്താണ്, UDF 2ാം സ്ഥാനത്ത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDFനാണ് 1ാം സ്ഥാനം, LDF 2ാം സ്ഥാനത്ത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം നാട്ടിക ആര് ജയിക്കും. നാട്ടികയിൽ LDFന് നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്, 37.57% വോട്ട് വിഹിതം. UDF സ്ഥാനാർത്ഥിക്ക് 33.65% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 29% വോട്ട് വിഹിതം. മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, we are signing off. Good day.